നമ്മുടെ സന്ദർശകരുടെയും PVP സഹോദരി സമാജം ഇതിൻ്റെയൊക്കെ വാർഷികം ഇന്ന് ഈ സമയത്ത് ക്രമീകരിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമുണ്ട്. കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ സമ്മർ സ്കൂളിലൊക്കെ പഠിച്ച് പരീക്ഷ എഴുതി അതിൻ്റെയൊക്കെയും റിസൾട്ട് അനുസരിച്ച് അവർക്ക് സമ്മാനങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കൂടുതൽ സമയമെടുക്കാതെ അത് എത്രയും വേഗം 1 മണിക്ക് മുമ്പേ തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമേ. ഇതിൻ്റെ അധ്യക്ഷനായിട്ട് സഭയുടെ ദേവദാസൻ പാസ്റ്റർ ഷിബു ജോർജ് അവരുടെ ഞാൻ അധ്യക്ഷനായി ക്ഷണിച്ചു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. പ്രാരംഭമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ഡി വർഗീസ് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന് മഹത്വം മഹത്വം. സ്നേഹവാനായ യേശുവേ പിതാവേ, കർത്താവേ, ഈ ആഴ്ചയുടെ ഈ ആണ്ടിന്റെ ആരംഭത്തില് അങ്ങയുടെ സന്നിധി വന്ന് ഞങ്ങൾക്ക് ഇതുവരെ ആരാധിപ്പാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് തന്ന സമയത്തിനായി സ്തോത്രം ചെയ്യും സ്തുതിക്കുന്നു. കർത്താവെ, ആരാധന കഴിഞ്ഞതിന് ശേഷം വിശേഷാൽ സദസ്സിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കർത്താവെ നിന്റെ സന്നിധിയിൽ അല്പനേരം ഞങ്ങൾ ഇരിക്കുകയാണ്. നിന്റെ സാന്നിധ്യം കർത്താവെ തുടക്കം മുതൽ അവസാനം വരെയും ഇരിക്കണം. കർത്താവെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് അനുഗ്രഹകരമായി തീരുവാൻ കർത്താവെ കുഞ്ഞുങ്ങൾക്കും കാണുന്നവർക്കൊക്കെയും അനുഗ്രഹമായി തീരുവാൻ ഇന്നത്തെ പ്രോഗ്രാം അവിടെ ഇടയാക്കണം. അവരുടെ ഭാവി ജീവിതത്തിലെ ഹല്ലേലൂയ മുന്നോട്ട് പോകുന്ന എല്ലാ അവസ്ഥയിലും കർത്താവെ നീ അവിടുന്ന് പ്രവർത്തിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഹല്ലേലൂയ ജോലിയായിരിക്കുന്നവരുണ്ട്. കർത്താവെ, അവരെ എല്ലാം നീ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവെ, സൺഡേ സ്കൂളിന്റെ ദാസും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹായിക്കണം, അനുഗ്രഹിക്കണം. സൺഡേ സ്കൂളിന്റെ ചുമതല വഹിക്കുന്ന എല്ലാ മക്കൾക്കും സെക്രട്ടറി, മറ്റുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങളെ, ഹല്ലേലൂയ അധ്യാപകരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാ കാര്യങ്ങളും ഇടസനെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിലെ ആമേൻ. തുടർന്ന് സങ്കീർത്തന വായനയ്ക്കായിട്ട് പ്രിയ തോമസ് മധ്യച്ചനെ ക്ഷണിച്ചു. ദൈവത്തിന് മഹത്വം. ദൈവവചനത്തിന്റെ ബഹുമാനാർത്ഥം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാവുന്ന 67-ാം സങ്കീർത്തനം ഇപ്പോൾ വായിക്കും. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേലെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷാ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ചു ഘോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങളെ നേരോടെ വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അഴികളൊക്കെയും അവനെ ഭയപ്പെടും. എല്ലാവർക്കും ഇരിക്കാവുന്ന തുടർന്ന് സ്വാഗത ഗാനം സൺഡേ സ്കൂൾ കുട്ടികൾ.
സ്വതന്ത്രം കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് ഒരു പാട്ടിന് അലൻ ജോർജ്. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയേ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയേ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താതി കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താതി കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. കർത്താവിൽ സ്വതന്ത്രം പ്രിയ പൈതലിനെ ദൈവദാനമായി സഹായിക്കട്ടെ. തുടർന്ന് സ്വാഗതം അറിയിക്കുവാനായിട്ട് ജോൺ മാത്യുവിനെ ക്ഷണിച്ചു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ബഹുമാന്യനായ അധ്യക്ഷൻ പാസ്റ്റർ ഷിബു ജോർജ്, മറ്റ് കൂട്ടുവിശ്വാസികൾ, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 1978 ഇവിടെ വേല ആരംഭിച്ചത്. അന്നു മുതൽ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനം ആദ്യ ശുശ്രൂഷകൻ അധ്യാപകനായി ഇവിടെ ആരംഭിച്ചു. രണ്ടാമത്തെ അധ്യാപകനായിട്ടാണ് ഞാൻ ഇവിടെ കടന്നു വന്നത്. അതിനുശേഷം ഈ സൺഡേ സ്കൂളിനെ ദൈവം വിപുലമാക്കി തന്നു. ആദ്യത്തെ വിദ്യാർത്ഥിനിയായിരുന്നത് യോനാച്ചാന്റെ മൂത്ത മകൾ ലീലാമ്മയാണ്. ആ സഹോദരി ഇന്ന് കർത്താവിന്റെ വേലയുടെ മുഖത്തെ കുടുംബമായിട്ട് ആയിരിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നീട് നമ്മുടെ സഭയുടെ അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇതിൻ്റെ ചുമതല ഏറ്റുകൊണ്ട് ഈ സൺഡേ സ്കൂളിനെ, PIPA പ്രസ്ഥാനത്തെ, സോദരി സമാജത്തിന്റെ പ്രവർത്തനത്തെ ഒക്കെയും ഇത്രത്തോളം വിപുലമാക്കി തന്ന ദൈവത്തിന് ഞാൻ ആദ്യമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു വാർഷികം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാനുള്ള സന്ദർഭമാണ് അതിൽ പ്രധാന ഭാഗവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇവിടുത്തെ നടക്കുന്ന പ്രോഗ്രാം. നമ്മുടെ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രമാത്രം വളർന്നെന്ന് പേരൻസിന് പ്രദർശിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ്. എന്നാൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ടത് നടത്തുന്നത് ശരിയല്ല. തുടർന്നുള്ള നാളുകൾ വിപുലമായി 2 മണിക്കൂറെങ്കിലും സമയമെടുത്ത് നടത്തുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ വർഷത്തെ ആദ്യത്തെ ദിവസവും ഞായറാഴ്ചയും ഒക്കെ ഇങ്ങനെ ആയതുകൊണ്ടും ആണ് ഇങ്ങനെ ക്രമീകരിക്കപ്പെടുവാൻ ഇടയായി തീർന്ന ദൈവത്തിന് സ്തോത്രം.
ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ വാർഷിക മീറ്റിങ്ങിന് അധ്യക്ഷനായിരിക്കുന്ന സൺഡേ സ്കൂളിൻ്റെ PIPയുടെയും സോദരി സമാജത്തിൻ്റെയും രക്ഷകർത്തൃ പദവിയൊക്കെയും വഹിക്കുന്ന നമ്മുടെ സഭാ ശുശ്രൂഷൻ പാസ്റ്റർ ഷിബു ജോർജിനെ അവർ ദൈവത്തെ സ്തുതിക്കുകയും ഇവിടെ അധ്യക്ഷനായിരിക്കുന്ന ദാസന് ഈ വാർഷികത്തിലേക്ക് സംഘടനയുടെ പേരിലുള്ള എൻ്റെ പ്രത്യേകമായ പേരിലുള്ള സ്വാഗതം ഇവിടെ അറിയിക്കുന്നു. ഈ വാർഷികത്തിൽ മുൻ അധ്യാപകരൊക്കെയും ഉണ്ട്. ഞാൻ അവരെ ഒരു ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ നിന്ന് സൗഖ്യമില്ലാതെ ഇപ്പോൾ കടന്നുപോയ നമ്മുടെ വെട്ടിക്കുമണിലെ സമേൽച്ചാൻ ഇവിടുത്തെ അധ്യാപകനായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇവിടുത്തെ പ്രവർത്തനത്തിൻ്റെ ആരംഭം അന്ന് മൂന്നാമതായിട്ട് അധ്യാപകനായിട്ട് കടന്നു വന്ന ദൈവദാസനാണ് നമ്മുടെ സാധാരണത്തെ ജോർജ് കുടിച്ചാൻ. പിന്നീട് നമ്മൾ അന്നമാമ ഇവിടുത്തെ അധ്യാപികയായിട്ട് ഇവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എമിലി സിസ്റ്റർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അവരൊക്കെയും വിരമിച്ച് ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സാമച്ചായന്, ബ്രദർ മാത്യു സാം, അക്കറുള്ളയിലെ ജോണച്ചാന്, ഇന്ന് ഭവനത്തിൽ വിശ്രമിക്കുന്ന കുന്നക്കര ബേബിച്ചാന്, അവരൊക്കെയും ഈ സമയത്ത് ഓർ ദൈവത്തെ സ്തുതിക്കുകയും ഇത്രത്തോളം ഈ പ്രവർത്തനത്തെ വിവരമാക്കി തന്ന കർത്താവിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഈ വാർഷികത്തിൽ പങ്കെടുക്കുന്ന മുൻ അധ്യാപകരെ ഓർ ദൈവത്തെ സ്തുതിക്കുകയും ഈ വാർഷികത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സൺഡേ സ്കൂളിൻ്റെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് സ്വർഗത്തിലെ പ്രതിഫലം മാത്രം ലക്ഷ്യമാക്കി ഇവിടെ വന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. അവർ എല്ലാവരും തന്നെ ഈ വാർഷികത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സൺഡേ സ്കൂളിൻ്റെ സൂപ്രണ്ടായി ഹെഡ്മാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന തോമസ് കുട്ടിച്ചാന്, സെക്രട്ടറി ആയിരിക്കുന്ന സാബു ബ്രദർ, ട്രഷററായിരിക്കുന്ന സജി ബ്രദർ, PIPയുടെ ചുമതല വഹിക്കുന്ന തോമസ് ജോൺ, മറ്റ് സോദരി സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പിൽ നിൽക്കുന്ന സഹോദരിമാരായ റോസമ്മ മാത്യു, ഗ്രേസി വർഗീസ്, സൂസമ്മ തോമസ് എന്നീ സഹോദരിമാർക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ വാർഷികത്തിലേക്ക് അവരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാ പേരൻസിനെയും എല്ലാ സഹോദരി സഹോദരന്മാരെയും ഈ വാർഷികത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും വീഡിയോയിൽ പകർത്തി തുടർന്നുള്ള ദിവസങ്ങളിൽ അന്യനാട്ടിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് ഉദ്യമിച്ച പ്രിയപ്പെട്ടവർ ദൈവത്തെ സ്തുതിക്കുകയും ആ വീഡിയോയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള നല്ല ഒരു അന്തരീക്ഷം ആദ്യത്തെ പ്രവർത്തകരാകുന്ന ഞങ്ങൾക്കിത് കാണുവാൻ ദൈവം സന്ദർഭം ഒരുക്കല്ലോ എന്ന് ദൈവത്തെ സ്തുതിക്കുകയും ഈ യോഗത്തിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചു. എല്ലാവർക്കും നല്ല നിലയിൽ സ്വാഗതം പറയുവാനിടയായി തന്നല്ലോ. ഇവിടെ സംബന്ധിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങൾ, അധ്യാപകർ, സഹോദരി സമാജത്തിൻ്റെതായ സഹോദരങ്ങൾ, അതിൻ്റെ പ്രവർത്തകർ, ദൈവത്തിന് സ്തോത്രം. PIPയുടേതായ പ്രവർത്തകർ, അവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ PIPയുടെ ട്രഷറായിരിക്കുന്ന മിസ്റ്റർ വിജയ് ആണ്, സ്തോത്രം. അതുപോലെ സഹോദരിമാരുടെ പ്രസിഡന്റ് ആയിരിക്കുന്നത് ഷീജ ഷിബു ആണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവരെയും ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കട്ടെ. ചില വർഷങ്ങളായിട്ട് സെൻട്രൽ PIPയിലും മേഖലാ PIPയിലും പ്രവർത്തിപ്പാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കി. അപ്പോൾ തന്നെ ഈ സഭയിലുള്ള നമ്മുടെ
കൊച്ചുമോനെ ഷിജു അവരെ ഞങ്ങൾ ഒരുമിച്ച് സെൻട്രലിലും പ്രവർത്തിപ്പാനിടയായതുകൊണ്ട് ഇവിടെ നടക്കുന്ന വാർഷികത്തിൽ പലപ്പോഴും വരണമെന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. വരത്തില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് വരണമെന്ന് വിളിക്കുന്നത്. കാരണം ഞാൻ ഒരു സഭയുടെ ശുശ്രൂഷനായിരിക്കുന്നതുകൊണ്ട് ഈ ഞായറാഴ്ച നടക്കുന്ന ഈ ശുശ്രൂഷയിൽ എനിക്ക് സംബന്ധിക്കാൻ കഴിയുകയില്ല. എങ്കിലും സ്നേഹം കൊണ്ട് വാർഷികം നടക്കുന്ന എല്ലാ വർഷവും വരണമെന്ന് പറയും, നോക്കാമെന്ന് പറയും. എന്നാൽ കർത്താവ് കൃപയാൽ ഈ വർഷകാലം 2016 ഈ സഭയുടെ ശുശ്രൂഷയായി തീരുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു. കൃപയാൽ ഈ വാർഷികത്തിൽ അധ്യക്ഷനായിരിക്കാൻ ദൈവം എനിക്ക് തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിനെല്ലാറ്റിനും കാരണക്കാരൻ ദൈവമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല. ദൈവത്തിന് എല്ലാറ്റിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ ദൈവിക പദ്ധതികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ സമയം ദീർഘമാക്കുന്നില്ല. സഭയുടെ ഈ പുത്രിയ സംഘടനയുടെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായി നടക്കുന്നു എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സൺഡേ സ്കൂളിന്റെ പ്രവർത്തനം വളരെ ഭംഗിയായി നടക്കുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാനിരുന്ന പല സഭകള്, ചെറിയ സഭയായാലും വലിയ സഭയിലായാലും അധ്യാപകര് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ആരെങ്കിലും ഒന്ന് വരണേ, ആമേൻ സ്തോത്രം, നിങ്ങളോടൊന്ന് വരണം, ഒന്ന് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ നിർബന്ധിച്ച് പറയുമ്പോഴാ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ പഠിപ്പിക്കാൻ വരുന്നത്. എന്നാൽ ബേർശേബ സഭ വന്ന് കണ്ടപ്പോൾ അധ്യാപകർക്ക് യാതൊരു പഞ്ഞവുമില്ല. ദൈവത്തിന്റെ സ്തോത്രം, മനസ്സോടെ ദൈവത്തിനെ പഠിപ്പിക്കാൻ ഈ ബേർശേബയിലുള്ള പ്രിയപ്പെട്ടവരെ ദൈവം ഒരുക്കിയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം, അതൊരു അനുഗ്രഹമാണ്. കാരണം ഇവിടെ ചുറ്റുപാടുകളുള്ള വിശ്വാസികളല്ല, ദൂരത്തുള്ള വിശ്വാസികളാണ്. രാവിലെ ദൈവവചനം പഠിപ്പിക്കാൻ അവർ കടന്നു വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ അവർ വരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം, ദൈവം അവർക്ക് പ്രതിഫലം കൊടുക്കട്ടെ, ദൈവം അവരെ സഹായിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ മാത്രമല്ല വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനായിട്ട് ഉത്സാഹിപ്പിക്കണം. പലപ്പോഴും എന്തുകൊണ്ടോ ബന്ധുക്കോസ് നമ്മുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിന് വരുന്നു എന്നുള്ളത് മാത്രമാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയായി പറയുന്നത്. പഴയതുപോലെ സ്തോത്രം ദൈവവചനത്തോട് ദൈവവചനം പഠിക്കാനുള്ളതായ ഒരു ആർത്തിയോ താല്പര്യമോ ഇന്ന് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. എങ്കിലും ദൈവത്തിന് സ്തോത്രം, നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളാൽ അവരുടെ ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവർ ദൈവവചനം പഠിക്കുമ്പോൾ തന്നെ ദൈവം അവർ കൊടുത്തിരിക്കുന്ന കഴിവുകൾ, താലന്തുകൾ ദൈവനാമം മഹത്വമായി ഉപയോഗിക്കുവാനിടയാകട്ടെ. ദുഃഖത്തോടെ പറയട്ടെ, ഞാനിവിടെ കടന്നു വന്നതിന് ആദ്യമായിട്ട് ഒരു താലന്ത് പരിശോധന സഭയുടെ നിലയിൽ നടത്തി. സ്തോത്രം, താലന്ത് പരിശോധന എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരോ തലങ്ങൾ വളരെ മിടുക്കരാണ്. എത്രയോ കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ മുമ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. പക്ഷേ അവർ പഠിക്കുക മാത്രമല്ല, അവർ മുമ്പിൽ വന്ന് ഒരു പ്രോഗ്രാം നടത്തുക, നിൽക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഏവരുടെയും മുമ്പിൽ അവർ ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ നമ്മുടെ സഭയിലാണ് അവർ നിൽക്കേണ്ടത്. ഈ ജനത്തെയാണ് അവർ അഭിമുഖീകരിക്കേണ്ടത്. ഇവിടെ അഭിമുഖീകരിച്ച് അവരുടെ അറപ്പും അവരുടെ ലജ്ജയും മാറിക്കഴിയുമ്പോഴാണ് അവർ പോകുന്ന സ്ഥാനങ്ങളിൽ ലജ്ജ കൂടാതെ നിൽക്കാൻ, രണ്ട് വാക്ക് പറയാൻ, അവരെ ഒരിടത്ത് മാറ്റി നിർത്താൻ നിൽക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സഭയിൽ അവർ എഴുന്നേറ്റ് നിൽക്കണം. അതിന് അവരെ പ്രോത്സാഹിപ്പിക്കണം, അവരെ താലന്തുകളെ പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ട് എനിക്ക് അധ്യാപകരോട് പറയാനുള്ളത്, നമ്മുടെ താലന്ത് പരിശോധന സമയങ്ങളിൽ നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കരുത്. സ്തോത്രം, ഷിജു വന്നാണ് അതിന് അല്പമെങ്കിലും ഒരു പ്രയാസം, ബുദ്ധിമുട്ട് മാറ്റി കിട്ടിയത് പറഞ്ഞതുപോലെ അതുകൊണ്ട് വരും ദിവസങ്ങളിലൊക്കെ നമ്മുടെ താലന്ത് പരിശോധനയൊക്കെ വളരെ നന്നായിരിക്കണം. അതിനും കൂടെ ഉത്സാഹിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിവുള്ള കുഞ്ഞുങ്ങളാണ്, മിടുക്കരായ കുഞ്ഞുങ്ങളാണ്. ആമേൻ സ്തോത്രം, അവരുടെ കഴിവുകൾ ദൈവനാമത്തിന് മഹത്വത്തിനായി പ്രയോജനപ്പെടണം. PAPA സ്തോത്രം, നമ്മുടെ സഭയിൽ ആമേൻ നമ്മൾ ഉദ്ദേശിച്ച പോലുള്ളതായ നിലവാരം PAP വരുന്നില്ല. എങ്കിലും കർത്താവിന്റെ 2017 ശക്തമായ പ്രിയപ്പെട്ടതായ പ്രവർത്തനം ഉണ്ടാകുമെന്ന് ഞാൻ വളരെ പ്രതീക്ഷിക്കുന്നു. ഒത്തിരി ചെറുപ്പക്കാരുണ്ട്, പഠിക്കാൻ പോകുന്നവരാണെങ്കിലും സ്തോത്രം, ഇവിടെ ഒത്തിരി ചെറുപ്പക്കാരുണ്ട്, PAP അംഗങ്ങളായിട്ടുണ്ട്. നിങ്ങൾ മാറി നിൽക്കരുത്. ദൈവത്തിന്റെ സ്തോത്രം, നിങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി മുന്നിൽ വന്ന് PAPക്ക് വേണ്ടി, PAPയിലൂടെ ദൈവനാമത്തിന് മഹത്വമായി നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹമായി തീരത്തക്കോണം മുന്നോട്ട് വരണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നമ്മുടെ സഹോദരിമാരുടെ പ്രവർത്തനങ്ങൾ പറയട്ടെ, വലിയ പ്രോഗ്രാമുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഒരു കാര്യം എനിക്കറിയാം, വളരെ കണ്ണുനിറവോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം സഹോദരിമാരെ, അമ്മച്ചിമാരെ, സഹോദരിമാരെ, അമ്മാമ്മമാരെ ദൈവം ഈ സഭയിൽ തന്നിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സ്തോത്ര, സഭയ്ക്ക് ശുശ്രൂഷകർ കാണും, സഭയ്ക്ക് കമ്മിറ്റി കാണും,
സഭയിൽ പണമുള്ളവർ കാണും, കാര്യങ്ങൾ നിയന്ത്രിക്കാനൊക്കെ കഴിവുള്ളവർ കാണും. എന്നാൽ അതുകൊണ്ടൊന്നും ഒരു സഭ അതിൻ്റെതായ നിലയിലാകുകയില്ല. എന്നാൽ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന് സ്തോത്രം. ആരും കാണാതെ മറന്നു കിടക്കുന്ന ഒരു കെട്ടിടത്തിന്റെ അടങ്ങളിൽ കിടക്കുന്ന ഒരു കല്ല് പോലെയാണ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ. അത് മുന്നിൽ പറയാനുള്ളത് ഇവിടെ ഉള്ളതായ സഹോദരന്മാരും മാതാക്കളും സഹോദരന്മാരും പിതാക്കന്മാരും പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല, സഹോദരന്മാരെ കൂടി വരുമ്പോൾ വളരെ അനുഗ്രഹമായി പ്രാർത്ഥിക്കാൻ തയ്യാറോടെ ഓരോ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായി തീരുവാൻ, മേൽക്കുന്നതിൽ വർദ്ധിക്കപ്പെടുവാൻ, ദൈവനാമത്തിനും നമ്മുടെ സഭയ്ക്കും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ എല്ലാം ഉദ്ദേശം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുക്കണം. സൺഡേ സ്കൂൾ ആയാലും PAT ആയാലും സഹോദരിമാരായാലും നമുക്കാർക്കും പുകഴ്ച എടുക്കാനില്ല, നമുക്കാർക്കും ഇവിടെ ഒന്നും പകഴുവാനില്ല. ഇതിന്റെ എല്ലാം പുറകെ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കണം. എന്റെ എല്ലാ ശുശ്രൂഷ കൊണ്ടും എന്റെ എല്ലാ ദൈവം തന്നിരിക്കുന്നതായ താലന്ത് കൊണ്ടും എന്റെ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കണം ആഗ്രഹിക്കുന്ന ദൈവമക്കളെ അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു കാര്യം നാം പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മുടെ പ്രായമുള്ളതായ നമ്മുടെ പിതാക്കന്മാർ കഴിഞ്ഞ നാളുകളിൽ അധ്വാനിച്ച് അവർ കഷ്ടപ്പെട്ട് അവരുടേതായ അധ്വാനത്തിന്റെ പുറകിലാണ് നാം വന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവ് വരുവാൻ താമസിച്ചാൽ അവർ അധ്വാനിച്ചു. ഇനിയും തലമുറകളെ ദൈവം ശേഷിപ്പിച്ചു എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. കർത്താവ് വരുവാൻ താമസിച്ചാൽ ശക്തമായി ഈ പട്ടണത്തിൽ ദൈവസഭയുടേതായ നിലനിൽപ്പിന് വേണ്ടി അതിന്റെ നട്ടലായതുകൊണ്ട് പ്രവർത്തിക്കുവാൻ വേണ്ടി ഈ സഭയുടെ പുത്രിയ സംഘടനകളെ ദൈവം ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ എന്ന് ആർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിൽക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. റിപ്പോർട്ട് വായനയുടെ സമയങ്ങളാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആദ്യമായിട്ട് ആമേൻ സൺഡേ സ്കൂളിന്റെ റിപ്പോർട്ട് വായിക്കാനായിട്ട് സെക്രട്ടറിയെ ക്ഷണിച്ചു. ദൈവത്തിന് മുക്തം. വർഷത്തിലെ പ്രവർത്തന റിപ്പോർട്ട് അധ്യക്ഷനും മാന്യ സദസ്യനും കൂടി വന്നിരിക്കുന്ന ഏവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, IPC ബേർശബ സഭയുടെ പുത്രിക സംഘടനയായ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായി നടന്നു വരുന്നു. രക്ഷാധികാരി പാസ്റ്റർ ഷിബു ജോർജിന്റെയും ഹെഡ്മാസ്റ്റർ ചെറിയാൻ തോമസിന്റെയും പ്രവർത്തനം സൺഡേ സ്കൂൾ അഭിമാനമാണ്. ഏകദേശം 38-40 കുട്ടികളോളം എല്ലാ ഞായറാഴ്ചയും കൃത്യസമയത്ത് സൺഡേ സ്കൂൾ പഠിക്കാനായി കടന്നു വരുന്നു. 8 മണി മുതൽ പ്രാർത്ഥിച്ച് സൺഡേ സ്കൂൾ ആരംഭിക്കുകയും തുടർന്ന് 8ാം ക്ലാസ്സിലെ അധ്യാപകനായി ഫാദർ തോമസ് മാത്യു ബൈബിളിൽ നിന്ന് സദൃശവാക്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയും തുടർന്ന് 8:30 മുതൽ 9:30 വരെ കുട്ടികളെ ദൈവവചനം അഭ്യസിക്കുവാൻ അധ്യാപകരായ സിസ്റ്റർ ലിൻസി ജോൺ, സിസ്റ്റർ ബിന്ദു ജോസഫ്, ബ്രദർ സാബു ജോൺ, സിസ്റ്റർ റീജ ബിജു, ബ്രദർ D വർഗീസ്, സിസ്റ്റർ ശൈല കുച്ചുമ്മൻ, ബ്രദർ തോമസ് മാത്യു, ബ്രദർ ചെറിയാൻ തോമസ്, സിസ്റ്റർ റോസമ്മ മാത്യു, ബ്രദർ ജോൺ മാത്യു, സിസ്റ്റർ ഷിബു ജോർജ് എന്നിവർ സേവനമനുഷ്ഠിക്കുന്നു. 2015 സൺഡേ സ്കൂൾ വാർഷികം 27/12/2015 ഞായറാഴ്ച രാവിലെ 11:30 സൺഡേ സ്കൂൾ വാർഷികം ആരംഭിച്ചു. പ്രാർത്ഥന സൺഡേ സ്കൂൾ ചർച്ച സങ്കീർത്തനമായ ബ്രദർ തോമസ് മാത്യു വായിക്കുകയും പാസ്റ്റർ തോമസ് മാത്യുവിന്റെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ നല്ലതായി വളരുവാൻ ഉപക്രമത്തിലൂടെ ഓർമ്മിപ്പിച്ചു. സൺഡേ സ്കൂൾ സെക്രട്ടറി ബ്രദർ സാബു ജോൺ റിപ്പോർട്ട് വായിക്കുകയും PYP സെക്രട്ടറി ബ്രദർ തോമസ് ജോൺ റിപ്പോർട്ട് വായിക്കുകയും തുടർന്ന് സോദരി സമാജം സെക്രട്ടറി സിസ്റ്റർ സൂസമ്മ ചെറിയാൻ റിപ്പോർട്ട് വായിക്കുകയും ചെയ്തു. തുടർന്ന് PYP സെക്രട്ടറി ബ്രദർ തോമസ് ജോൺ സ്വാഗതം പറയുകയും ചെയ്തു. പിന്നീട് കുഞ്ഞുങ്ങളുടെ വിവിധ പരിപാടികൾ നടത്തുകയും ചെയ്തു. തുടർന്ന് ഹെഡ്മാസ്റ്ററിന്റെ അധ്യക്ഷതയിൽ രക്ഷാധികാരി തോമസ് മാത്യുവിന്റെയും കുഞ്ഞുങ്ങൾക്ക് സമാധാനം നിർവഹിച്ചു. ആശംസകളായി ബ്രദർ ജോൺ വെലുപ്പ്, ബ്രദർ TA ശാമുവൽ, ബ്രദർ മാത്യു സാം, സൺഡേ സ്കൂളിന്റെ മുൻ സെക്രട്ടറി ബ്രദർ സിജു ജോർജ് എന്നിവർ ആശംസ അറിയിച്ചു. പിന്നീട് കൃതജ്ഞത ബ്രദർ ജോൺ മാത്യു പറയുകയും ചെയ്തു. തുടർന്ന് സ്നേഹവരം നൽകുകയും ചെയ്തു. സ്നാനം 21-2-2016 സ്നേഹ അലക്സ്, അലക്സ് ജെറിൻ വർഗീസ് എന്നീ 3 കുഞ്ഞുങ്ങൾ രക്ഷാധികാരി പാസ്റ്റർ തോമസ് മാത്യുവിന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുകയും ചെയ്തു. 17-2-2016 അക്സായ ജോർജ്, റെബിൻ എന്നീ 2 കുഞ്ഞുങ്ങൾ കൊട്ടാരക്കര സെന്റർ അസോസിയേഷൻ പാസ്റ്റർ തോമസ് കുട്ടിയുടെ അധ്യക്ഷതയിൽ പാസ്റ്റർ ഷിബു ജോർജ് കൈക്കീഴിൽ സ്നാനമേൽക്കുകയും ചെയ്തു. ഇവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
ജനറൽ ബോഡി 20/3/2016 സൺഡേ സ്കൂൾ അവസരത്തിൽ 9:15 സൺഡേ സ്കൂൾ ജനറൽ ബോഡി ആരംഭിച്ചു. ബിന്ദു ജോസഫ് പ്രാർത്ഥിക്കുകയും തോമസ് മാത്യു സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ നല്ല മാതൃകയായി വളരുവാൻ ഓർമ്മിപ്പിച്ചു. സൺഡേ സ്കൂൾ സെക്രട്ടറി സാബു ജോൺ റിപ്പോർട്ട് വായിക്കുകയും പിന്നീട് സൺഡേ സ്കൂൾ ട്രഷറർ ഡി വർഗീസ് കണക്കുകൾ വായിക്കുകയും ചെയ്തു. ജെബിൻ ബി ചോർ റിപ്പോർട്ട് പാസാക്കുകയും നൈജിൻ സെക്കൻഡ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് പഴയ ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തു. പുതിയ ഭരണസമിതി 2016 രക്ഷാധികാരി തോമസ് മാത്യു, ഹെഡ്മാസ്റ്റർ ശ്രീ ചെറിയാൻ തോമസ്, സെക്രട്ടറി ബ്രദർ സാബു ജോൺ, ജോയിന്റ് സെക്രട്ടറി സിസ്റ്റർ ബിന്ദു ജോസഫ്, ട്രഷറർ ബ്രദർ ഡി വർഗീസ്, മറ്റുള്ള അധ്യാപകർ കമ്മിറ്റി മെമ്പറായി സേവനമനുഷ്ഠിക്കുന്നു. എക്സൽ BBS 2016 ഏപ്രിൽ മാസം 11 മുതൽ 15 വരെ ബേർഷെബ സഭയിൽ BBS നടന്നു. ഏകദേശം 68-70 കുട്ടികൾ BBSൽ പങ്കെടുത്തു. ചിന്താവിഷയം ഡെസ്കോ നാം പോകുക. 2 കുഞ്ഞുങ്ങൾ ശിക്ഷിപ്പിടുകയും സ്ഥാനപ്പെടുകയും ചെയ്തു. സംഭാവന സൺഡേ സ്കൂളിന്റെ പേരിൽ പൊതുസഭയിൽ കർത്തമേശയ്ക്ക് വേണ്ടി 4 പ്ലേറ്റുകൾ സഭാ സെക്രട്ടറിയെ ഏൽപ്പിച്ചു. അർദ്ധവാർഷിക പരീക്ഷ ജൂൺ മാസം 27/6/2016 ഞായറാഴ്ച 8 മണി മുതൽ 10 മണി വരെ പരീക്ഷ നടത്തി. വാർഷിക പരീക്ഷ നവംബർ മാസം 13/11/2016 ഞായറാഴ്ച 8 മണി മുതൽ 10 മണി വരെ പരീക്ഷ നടന്നു. തുടർന്ന് മാർക്ക് ലിസ്റ്റ് അനുസരിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിച്ചു. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഷാരോൺ നിക്സൺ ബിരുദ പരീക്ഷയ്ക്ക് യോഗ്യത നേടി. ലോക്കൽ താലന്ത് പരിശോധന 25/9/2016 ഞായറാഴ്ച 2:30 രക്ഷാധികാരി ശിവു ജോർജ് ഉദ്ഘാടനം ചെയ്തു. പിന്നീട് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ താലന്ത് പരിശോധന നടത്തുകയും ചെയ്തു. തുടർന്ന് ഫസ്റ്റും സെക്കൻഡും നേടിയ കുഞ്ഞുങ്ങളെ 15/10/2016 സെൻട്രൽ തലത്തിലും വിടുകയും ചെയ്തു. അബിയ സാബു, അലനെ ജോർജ്, ഷാരോൺ നിക്സൺ എന്നീ 3 കുഞ്ഞുങ്ങൾ മേഖലാ തലത്തിൽ മത്സരിക്കുവാൻ യോഗ്യത നേടി. ഉപരിപഠനം സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടിരുന്ന 4 കുഞ്ഞുങ്ങൾ ഉപരിപഠനത്തിനായി പോവുകയും ചെയ്തു. വിരമിക്കൽ 8ാം ക്ലാസ്സിലെ അധ്യാപകനായ തോമസ് മാത്യു വാർദ്ധക്യമായതിനാൽ സൺഡേ സ്കൂളിൽ നിന്നും വിരമിക്കുകയും ചെയ്തു. ആ സ്ഥാനത്ത് പുതിയ അധ്യാപകനായി ജോർജ് ജോൺ കമ്മിറ്റി തെരഞ്ഞെടുത്തു. സാമ്പത്തികം സൺഡേ സ്കൂൾ വിവിധ പ്രവർത്തനങ്ങൾക്കായി സാമ്പത്തികമായി സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഈ പ്രവർത്തനങ്ങളിൽ സഹായിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. കഴിഞ്ഞ ഒരു വർഷം ഏകദേശം 23,848 രൂപയോളം സൺഡേ സ്കൂളിന്റെ വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുവാൻ ദൈവം സഹായിച്ചു. 2016 പ്രവർത്തന വർഷത്തെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവത്തിന് ഹൃദയംഗമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഉപസംഹരിക്കുന്നു എന്ന് സൺഡേ സ്കൂൾ സെക്രട്ടറി. ആകെ വരവ് 23,848, ആകെ ചെലവ് 23,665, നീക്കുവാക്കി ബാലൻസ് 183 രൂപ. സ്തോത്രം. സൺഡേ സ്കൂളിന്റെ റിപ്പോർട്ട് കേട്ടല്ലോ. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ സൺഡേ സ്കൂളിലെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിച്ചത് ഓർത്ത ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിപ്പാൻ പ്രിയ സഹോദരങ്ങൾക്ക് ദൈവം അവസരങ്ങൾ ഒരുക്കിയതിനായി ദൈവത്തിന് സ്തോത്രം. ദൈവവചനം പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും കർത്താവ് ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും അധികമായി എല്ലാ നിലയിലും നമ്മുടെ സൺഡേ സ്കൂളിലെ പ്രവർത്തനങ്ങൾ നന്നായി തീരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. കഴിഞ്ഞ താലന്ത് പരിശോധന സമയത്ത് നമ്മുടെ സൺഡേ സ്കൂളിലെ പല എല്ലാ കാര്യങ്ങളും വളരെ ആത്മാർത്ഥമായി നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പ്രിയ പൊടികുഞ്ചാന്. സ്തോത്രം. എന്നാൽ ആ സമയങ്ങളിൽ അച്ചായനും പ്രിയ മാമയ്ക്കൂടെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോകുവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് അവരിവിടെ ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ആമേൻ ഒരു മനപ്പാഠമാണ്. ഏബൻ സാം അബിയാസാം. നിലവിളി കേട്ട് നശിതമായ കുഴിയിൽ നിന്നും ചേറ്റിൽ നിന്ന് അവനെ കയറ്റി എന്റെ കാലുകളൊരു പാറമേൽ നിർത്തി എന്റെ ഗർഭത്തെ സ്ഥിരമാക്കി. അവനെന്റെ വായിൽ പുതിയൊരു പാട്ട് നിന്ന് നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നു. പലരും അതുകൊണ്ട് ഭയപ്പെട്ട് അഹോയിൽ ആശ്രയിക്കും. അഹോയെ തന്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിങ്ങളുടെ വേഗത്തിലേക്ക് തിരിയുന്നവരെ അതിരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്റെ ദൈവമായ അഹോയ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെ ആകുന്നു. നിന്നോട് സദൃശ ആരുമില്ല. ഞാൻ അവയെ വെച്ച് പ്രസ്താവിക്കുന്നു. എന്നാൽ അവ എന്നെ കൂടാതെ അധികമാകുന്നു. ഹനനയാഹോ ഫോദനയാഹോ നീച്ചിച്ചില്ല. നീ ചെവികളെ തുളച്ചിരിക്കുന്നു. ഹോമയാഹോ പാവയാഹോ നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിലിരിക്കുന്നു.
സ്നേഹം വേണമേ എങ്കിൽ ജീവഹാനി വരുത്താൻ നോക്കുന്ന രചിച്ച ഫെമിച്ച് പോട്ടെ. എൻ്റെ അനർത്ഥങ്ങളിൽ സന്തോഷിക്കാൻ പിന്തിരുന്ന അമ്മ എടുക്കട്ടെ. നന്നായി നന്നായി എന്ന് പറയുന്ന തങ്ങളും നാണം നിർത്തി സംഭവിച്ചു പോട്ടെ. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷ ഇച്ഛിക്കുന്നവർ യഹോവ എന്നെ എപ്പോഴും പറയട്ടെ. ഞാനും എളിയനും ദരിദ്രനും എങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു. നീ തന്നെ എൻ്റെ സഹായം എന്നെ വിളിക്കുന്നതിനാവുന്നു. എൻ്റെ ദൈവം താമസിക്കില്ല. ആമേൻ. പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ സഭയ്ക്ക് വലിയ അഭിമാനമാണ്. ആ തലമുറകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. വാക്കുകൾ പറയാൻ തിരിയുന്നില്ല എങ്കിലും ആമേൻ തെറ്റുകൂടാതെ നന്നായി പറയുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കുന്നു. അതുപോലുള്ള തലമുറകളെ ദൈവം നമ്മുടെ സഭയ്ക്ക് ദൈവം തരട്ടെ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ പ്രിയ കുഞ്ഞുങ്ങളെ പ്രോത്സാഹനത്തിനായി പ്രിയ തമ്പിച്ചാൻ ഒരു 500 രൂപ, ലില്ലിക്കുട്ടി മാമ, പ്രിയ ജോർജിൻ്റെ ബ്രദർ, പ്രിയപ്പെട്ടവർ അവരുടെ പ്രോത്സാഹനത്തിനായി കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. സമയം പോകുന്നത് കൊണ്ട് ഇപ്പോൾ അവരുടെ പേരുകൾ പറഞ്ഞു. സമയം പോലെ അവർ കൊടുക്കുന്നതായിരിക്കും. പാട്ട് ജിൻസി ജോൺ. ശത്രു നിന്നെ ജയിക്കു
സ്തോത്രം. പ്രിയ മകളെ ദൈവം സഹായിക്കട്ടെ. തുടർന്ന് PAPയുടെ റിപ്പോർട്ട് വായിക്കാനായിട്ട് സെക്രട്ടറി ക്ഷണിച്ചു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം നന്ദിയോടെ വാഴ്ത്തിപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സദസ്സിനെ ഓർദൈവത്തെ സ്തുതിക്കുന്നു. അതിശാലംകൃതമായ സദസ്സിന് കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. PYPയുടെ പ്രവർത്തനങ്ങൾ ഈ നാളുകളിൽ വളരെ ശോചനീയമായ അവസ്ഥയിൽ കൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ റിപ്പോർട്ട് വായിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും അറിയാം എന്നുള്ളത് വളരെ ഖേദത്തോടെ ഓർപ്പിക്കട്ടെ. IPC കേരള സ്റ്റേറ്റ് PYPയുടെ നിബന്ധന പ്രകാരം 15-നും 40-നും മധ്യ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് PYPയുടെ അംഗങ്ങൾ. അതിനാൽ നമ്മുടെ സഭയിൽ മാത്രമല്ല പല സഭകളിലും 15 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾ ഉപരിപഠനത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെയുള്ള ക്രമീകരണങ്ങളുമായി മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോകുന്നത് കൊണ്ട് പലപ്പോഴും PYPക്ക് ആള് കുറവാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം സൺഡേ സ്കൂളിന് ശേഷമാണ് PYPയുടെ ക്രമീകരണങ്ങൾ നടക്കുന്നത്. ഏകദേശം 15, 20 അല്ലെങ്കിൽ 25 മിനിറ്റുകൾ മാത്രമാണ് മാസത്തിൽ ഒരിക്കൽ PYPക്ക് വേണ്ടി ലഭിക്കുന്നത്. പലപ്പോഴും PYPയുടെ പ്രവർത്തനത്തിനായി അതിൻ്റെ പ്രോഗ്രാം നടത്തുന്നതിനായിട്ട് ഇവിടെ കടന്നു വരുമ്പോൾ സൺഡേ സ്കൂൾ തുടങ്ങി പാഠഭാഗം കഴിഞ്ഞ് മനപ്പാഠം പറയുന്ന സമയമാണ്. അതുകൊണ്ട് പലപ്പോഴും പ്രോഗ്രാം നടത്തിയിട്ടില്ല. ചിലപ്പോൾ ഞാൻ കഴിവതും ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. മാസത്തിൽ ഒരു PYP പോലും ചിലപ്പോൾ നടക്കാതെ വന്നിട്ടുണ്ട്. അത് PYPയുടെ പ്രവർത്തനത്തിൽ എൻ്റെയും കുറ്റമാണ്. മാത്രമല്ല നമ്മുടെ സാഹചര്യം അങ്ങനെ ആയി പോകുന്നു. പലപ്പോഴും ശനിയാഴ്ചകളിലും മറ്റും PYP നടത്തണമെന്ന് മുൻകാലങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടതാണെങ്കിലും നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളും വിദൂരെ ആയിരിക്കുന്നതിനാൽ പലപ്പോഴും വൈകുന്നേരങ്ങളുള്ള സമയങ്ങളിൽ എല്ലാവർക്കും വന്നു ചേരുവാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ കൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ദയവായി നിങ്ങൾ ക്ഷമിക്കുക. ദൈവം അനുവദിച്ചാൽ 2017 കർത്താവ് നമുക്ക് ദീർഘമാക്കി തരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ആത്മാർത്ഥമായി നമ്മുടെ പുത്രികാ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വലിയവനായ ദൈവം അതിൽ കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ചെറിയ റിപ്പോർട്ടാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വായിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. 2 കൊരിന്ത്യർ 5:17-18. പ്രിയരെ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കൊട്ടാരക്കര പുലമൺ ബേർഷേവ PYP 2015-2016 വർഷത്തിലെ വാർഷിക റിപ്പോർട്ട്. കൃപയാൽ നമ്മുടെ PYP എല്ലാ മാസവും ഒരു ഞായറാഴ്ച വീതം വളരെ അനുഗ്രഹീതമായ നിലയിൽ സൺഡേ സ്കൂളിന് ശേഷം നടന്നു വരുന്നു. PYP അംഗങ്ങളുടെ ആത്മീക വളർച്ചയ്ക്ക് കാരണമായി തീരുന്ന ആത്മീയ പ്രോഗ്രാമുകൾ സ്ഥിരമായി ഇവിടെ നടന്നു വരുന്നു. രക്ഷാധികാരിയായി പാസ്റ്റർ ഷിബു ജോർജ് നേതൃത്വം നൽകുന്നു. പ്രസിഡന്റ് ബ്രദർ ഷിജു ജോർജ്, സെക്രട്ടറി ബ്രദർ തോമസ് ജോൺ, ട്രഷറർ സിസ്റ്റർ റീജ ബിജു എന്നിവരും, കമ്മിറ്റി അംഗങ്ങളായി സൺഡേ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥി പ്രതിനിധികളും അടങ്ങിയ കമ്മിറ്റി ഇപ്പോഴും തുടർന്നു വരുന്നു. ഏകദേശം 60-ൽ പരം അംഗങ്ങൾ PYP മീറ്റിംഗിൽ സ്ഥിരമായി പങ്കെടുക്കുന്നു. താലന്ത് പരിശോധന 2016. സംസ്ഥാന PYPയുടെ താലന്ത് പരിശോധന ക്രമീകരണം അനുസരിച്ച് 2016 സെപ്റ്റംബർ 18-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് ലോക്കൽ PYPയുടെ താലന്ത് പരിശോധന രക്ഷാധികാരി പാസ്റ്റർ ഷിബു ജോർജിന്റെ അധ്യക്ഷതയിൽ നടക്കുകയുണ്ടായി. 1-ഉം 2-ഉം സ്ഥാനം നേടിയ പ്രിയപ്പെട്ടവർ സെന്റർ തലത്തിൽ മത്സരിക്കുകയും സിസ്റ്റർ ലിബിമോൾ P, സിസ്റ്റർ അക്സ ജോർജ് എന്നിവർ സോണൽ തലത്തിൽ മത്സരിക്കുവാൻ യോഗ്യത നേടുകയും ചെയ്തു. താലന്ത് പരിശോധനയിൽ സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി PYPയുടെ പേരിൽ അറിയിക്കുന്നു. കഴിഞ്ഞകാല PYPയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ PYP കമ്മിറ്റി അംഗങ്ങൾക്കും PYPയുടെ പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായി സാമ്പത്തികമായി സഹകരിച്ച മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും, PYP അംഗങ്ങൾക്കും സഭാ കമ്മിറ്റിക്കും PYPയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. സമാധാനമില്ലാത്ത ഈ ലോകത്ത് സമാധാനദാതാവായ യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് തുടർന്നുള്ള നാളുകളിലും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത്രത്തോളം നമ്മെ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് സകല മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ ഉപസംഹരിച്ചുകൊള്ളുന്നു എന്ന് PYPക്ക് വേണ്ടി സെക്രട്ടറി.
പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വരുവാൻ താമസിച്ചാൽ ഈ പുതിയ വർഷത്തിൽ നമ്മുടെ PFA വളരെ നന്നായ നിലയിൽ നമ്മുടെ സഭയിൽ നടക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. തുടർന്ന് ആക്ഷൻ സോങ്ങിനായിട്ട് കെസിയ സാബുവാൻ പാർട്ടി. ും
സ്തോത്രം. കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കട്ടെ. തുറന്നൊരു പാട്ട് ജെഫിൻ പി ജോർജ്. ജെഫിൻ സ്ഥലത്തുണ്ടോ? തുടർന്ന് സഹോദരി സമാജത്തിന്റെ റിപ്പോർട്ട് സെക്രട്ടറി. സൺഡേ സ്കൂൾ അധ്യാപകർ, കുഞ്ഞുങ്ങൾ, PIP ഭാരവാഹികൾ, സഹോദരി സമാജ അംഗങ്ങൾക്കും മറ്റെല്ലാ കൂട്ടുവിശ്വാസികൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തില് സ്നേഹവന്ദനം. റോമർ 12:11. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുകയും ദൈവകൃപയാൽ പേർസേവാ സഭയുടെ സഹോദരി സമാജം വളരെ അനുഗ്രഹമായി നടക്കുന്നു. രക്ഷാധികാരിയായി പാസ്റ്റർ ഷിബു ജോർജ് അവറുകളും പ്രസിഡന്റ് മദർ ഷീജ ഷിബുവും സെക്രട്ടറി റോസ്മ മാത്യുവും ജോയിന്റ് സെക്രട്ടറി സൂസുമ തോമസും ട്രഷറർ രേസി വർഗീസും പ്രധാന ചുമതല വഹിക്കുന്നു. എല്ലാ ചൊവ്വാഴ്ചയും 10 മണി മുതൽ 1 മണി വരെ വിവിധ ഭവനങ്ങളായി സഹോദരി സമാജത്തിന്റെ മീറ്റിംഗുകൾ മുടങ്ങാതെ കടന്നു വരുന്ന സഹോദരിമാർ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അതിനൊക്കെ മറുപടി കാണുവാനും ദൈവം കൃപ തരുന്നു. കടന്നു വരുന്ന സഹോദരിമാർക്ക് ഉത്തേജനം നൽകുന്ന ദൂത ദൈവദാസൻ തരുന്നുണ്ട്. അത് കടന്നു വരുന്ന സഹോദരിമാർക്ക് പ്രയോജനം നൽകിക്കൊണ്ടേയിരിക്കുന്നു. സഭയിലെ രോഗികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും ഭാരത്തിൽ ഇരിക്കുന്നവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം 25 സഹോദരിമാർ പങ്കെടുക്കുന്നുണ്ട്. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് സകലമാനവും മഹത്വം അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിച്ചുകൊള്ളുന്നു എന്ന് സഹോദരി സമാജത്തിന് വേണ്ടി സെക്രട്ടറി. കർത്താവിന് നന്ദിയോട് സ്തോത്രം. സഹോദരിമാരുടെ പ്രവർത്തനങ്ങളെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി ദൈവത്തിന്റെ സ്തോത്രം. ഈ 3 പത്രികാ സംഘടനകളെയും ദൈവം ഇത്രത്തോളം സഹായിച്ച് ദൈവസഭയ്ക്ക് അനുഗ്രഹമാക്കി തീർത്തതോർത്ത് നമ്മുടെ കലമുയർത്തി കർത്താവിനെ ഒന്നുകൂടെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. പാട്ട് സിസ്റ്റർ ക്രിസ്റ്റീന. പല ഭാഗ്യങ്ങളെക്കാളും പാരിൽ എല്ലാറ്റേക്കാളും വിലയേറിയ കാലം ആയിരിക്കരുതേ. വിലയേറിയ കാലം, വിലയേറിയ കാലം ആയിരിക്കരുതേ. വിലയേറിയ കാലം വെൺകൃപ നേടുവാനും വിനയം സമ്പാദിപ്പാനും, വെൺകൃപ നേടുവാൻ വിനയം സമ്പാദിപ്പാനും, വെൺപ്രസാദം ലഭിച്ചോ വിളങ്ങി ശോഭിച്ചിടാനും വിലയേറിയ കാലം ആയിരിക്കരുതേ. വിലയേറിയ കാലം. ആമേൻ. വിലയേറിയ കാലം ആയിരിക്കരുതേ. വിലയേറിയ കാലം. കർത്താവിന് സ്തോത്രം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നൊരു മനപ്പാഠം തമിഴിലെ ജോർജ്. സംഗീതം 150. ഹല്ലേലൂയ. ദേവനെ അവരുടെ പരിശുദ്ധ സ്ഥലത്തെ സ്തുതിയുங்கள். അവരുടെ വല്ലமை விளங்கும் ஆகாய விழுவேர் பார்த்து அவரை துதியுங்கள். அவருடைய வல்லமை உள்ள கிருபைகளுக்காக அவரை துதியுங்கள். மாட்சிமை பொருந்தி அவருடைய மகத்துவத்துக்காக அவரை துதியுங்கள். எக்கால துணியோடு அவரை துதியுங்கள். வீணோடும் சிறுமண்டலத்தோடும் அவரை துதியுங்கள். தம்புரோடும் நடனத்தோடும் அவரை துதியுங்கள்.
യായോടും തീക്കോലിനോടും അവരെ തുതിയുங்கள். ഒച്ചയുള്ള കൈത്താളങ്ങളോട് അവരെ തുതിയുங்கள். പേരച്ചുള്ള കൈത്താളങ്ങളോട് അവരെ തുതിയുங்கள். ശ്വാസമുള്ള യാവും കർത്തരെ തുതിപ്പിതാവ്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. തുടർന്ന് ഒരു പാട്ടാണ് ടോം സന്തോഷ് ആൻഡ് പാർട്ടി. സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കട്ടെ. ഇറ്റക്കാട്ടെ നമ്മുടെ പ്രിയ അച്ഛയുടെ ഇളയ മകളുടെ കുഞ്ഞുങ്ങളാണ്. എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അവരെ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. തുടർന്നൊരു വലിയ പ്രസംഗമാണ് ഷാരോൺ നിക്സൺ. അധ്യക്ഷന്റെ മനസ്സിനും വേഗവരതനായ ക്രിസ്തേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇനി ഞായറാഴ്ച കാലം നാം കൊടുത്തുന്ന കൂടിയൊരു ദൈവമരിക്കാൻ വൻകൃപയോർത്തി അദ്ദേഹത്തിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ പുതുവർഷക്കാലത്തിന്റെ പുതുപുലരിയിൽ നമുക്കായിരിക്കുവാൻ ദൈവമരിക്കുന്ന വൻകൃപയോർത്തി അദ്ദേഹത്തിനെ സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ഞാനൊരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമർ 8:5. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരല്ല. ആത്മാവ് നമ്മൾ വസിക്കുമ്പോൾ നാം ആത്മസ്വഭാവമുള്ളവരാണ്. ഏതൊക്കെയാണ് ആത്മാവിന്റെ സ്വഭാവങ്ങൾ? യോഹന്നാൻ 15:5 നാം ഇങ്ങനെ കാണുന്നു: ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തനെങ്കിലും ഞാൻ അവനെല്ലാം വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നാം ഫലം കായ്ക്കുമെന്ന് യോഹന്നാൻ പറയുന്നു. ഏതൊക്കെയാണ് ആത്മാവിന്റെ ഫലങ്ങൾ? ഗലാത്യർ 5:22 പറയുന്ന ആത്മാവിന്റെ 9 ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇവയാണ് ആത്മാവിന്റെ 9 ഫലങ്ങൾ. ഈ 9 ഫലങ്ങളും നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഈ 9 ഫലങ്ങളെ നമുക്ക് 3ആയി തിരിക്കാം: ഇൻ, ഔട്ട് ആൻഡ് അപ്പ്. ഇൻ എന്നാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഫലങ്ങൾ. ഔട്ട് എന്നാൽ നമുക്ക് മറ്റുള്ളവരോട് ഉണ്ടായിരിക്കേണ്ടതായ ഫലങ്ങൾ. അപ്പ് എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഉണ്ടായിരിക്കേണ്ടതായ ഫലങ്ങൾ. ഇൻ എന്ന വിഭാഗത്തിൽ ആത്മാവിന്റെ ഫലങ്ങളിൽ ആദ്യ 3 ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം എന്നീ 3 ഫലങ്ങളെ ഉൾപ്പെടുത്താം. അപ്പോസ്തലനായ പൗലോസ് സ്നേഹത്തിനെ പറ്റി ഇങ്ങനെ പറയുന്നു. 1 കൊരിന്ത്യർ 13:4 ഇങ്ങനെ കാണുന്നു: സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല. 1 കൊരിന്ത്യർ 14:1 നാം സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീനെന്നും
ആത്മീയ വരകളും വിശേഷ പ്രവചനം വാജിപ്പീനെന്നും കാണുന്നു. 1 കൊരിന്ത്യർ 13:13 ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്ന് കാണുന്നു. സ്നേഹത്തിനെ വളരെയധികം വാഴ്ത്തിപ്പാടിയ അപ്പസ്തലനാണ് പൗലോസ്. അതുപോലെ തന്നെ സ്നേഹത്തിനെ വളരെയധികം വാഴ്ത്തിപ്പാടിയ അപ്പസ്തലനാണ് പൗലോസ്. യോഹന്നാൻ അപ്പസ്തലൻ ഇങ്ങനെ പറയുന്നു, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ എന്ന് പറയുന്നു. താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിയുള്ള ഈ 21-ാം നൂറ്റാണ്ടിൽ സ്നേഹത്തിനെ പറ്റിയുള്ള പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. അടുത്ത ഫലമാണ് സന്തോഷം. ഫിലിപ്പിയർ 4:4 കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് നാം കാണുന്നു. നാം സന്തോഷിക്കേണ്ടത് കർത്താവിലാണ്. ധനത്തിലോ മറ്റ് ചിന്തകളിലോ അല്ല, കാറിലോ വസ്തുവകകളിലോ അങ്ങനെയുള്ള വാഹനങ്ങളിലോ ഒന്നിനുമല്ല നാം സന്തോഷം കണ്ടെത്തുന്നത്. ഫിലിപ്പിയറിൽ നാം കാണുന്നത് കർത്താവിൽ സന്തോഷിപ്പാനാണ്. അതിനാൽ നമ്മുടെ സന്തോഷം എപ്പോഴും കർത്താവിലായിരിക്കണം. അടുത്ത ഫലം സമാധാനം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് നാം ഗിരിപ്രഭാഷണത്തിൽ യേശു പറയുന്നതായി കാണാം. മത്തായി 5:9 നാം സമാധാനം ഉണ്ടാക്കുന്നവരാണ്, എന്നാൽ നാം ഭാഗ്യവാന്മാരാകും. നമുക്ക് വസ്തുവക ലഭിച്ചതിലോ കാറ് ലഭിച്ചതിലോ ലോട്ടറി അടിച്ചതിലോ ഒന്നുമല്ല ഭാഗ്യം ഇരിക്കുന്നത്. നാം സമാധാനം ഉണ്ടാക്കുകയാണെങ്കിലാണ് ഭാഗ്യം ലഭിക്കുന്നതെന്ന് ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് പറയുന്നു. അടുത്തത് ഔട്ട് എന്ന വിഭാഗമാണ്. ഈ വിഭാഗത്തിൽ ആത്മാവിന്റെ അടുത്ത 3 ഫലങ്ങളായ ദീർഘക്ഷമ, ദയ, പരോപകാരം എന്നിവ ഉൾപ്പെടുന്നു. നാം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, യഹോവ ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനാണെന്ന്. യഹോവയുടെ ദീർഘക്ഷമ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ ഇന്നും നിലനിൽക്കുന്നത്. നമ്മുടെ പാപങ്ങളിൽ കർത്താവ് ദുഃഖിതനാണ്, കർത്താവിന് വിഷമമുണ്ട്, എങ്കിലും അദ്ദേഹത്തിന്റെ ദീർഘക്ഷമ കൊണ്ട് നാം ഇന്നും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു. അത് യേശു 7 പ്രാവശ്യമല്ല 70 വട്ടം ക്ഷമിക്കുന്നവനാണെന്ന് നാം ബൈബിളിൽ വായിക്കുന്നു. യേശുവിന്റെ മറ്റൊരു സ്വഭാവത്തിലാണ് ദയ ഉൾപ്പെടുന്നത്. ആത്മാവിന്റെ അടുത്ത ഫലമാണിത്. സങ്കീർത്തനം 151 യഹോവ മഹാദയയും വിശ്വസ്തതയും ഉള്ളവനാണെന്ന് നാം കാണുന്നു. ഈ ദയ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമാണ്. സദൃശ്യവാക്യങ്ങളിൽ ശലോമോൻ ഇങ്ങനെ പറയുന്നു, രാജാവിന് തന്നെ രാജ്യം നിലനിർത്തണമെങ്കിൽ ദയയും ദീർഘക്ഷമയും ഉണ്ടായിരിക്കണമെന്ന്. രാജാവ് പോലും തന്റെ സിംഹാസനം നിലനിർത്തണമെങ്കിൽ ദയയും ദീർഘക്ഷമയും ആവശ്യമാണെങ്കിൽ സാധാരണക്കാരായ നമുക്ക് ദയയും ദീർഘക്ഷമയും എത്രയധികം അത്യാവശ്യമായിരിക്കുന്നത് ചിന്തനീയമാണ്. അടുത്തതായി പരോപകാരം. നാം മറ്റുള്ളവരോട് പരോപകാരമുള്ളവരായിരിക്കണം, പ്രതികാരേച്ഛ ഉള്ളവരായിരിക്കരുത്. നമുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ തിരിച്ചുപകാരങ്ങൾ ചെയ്യൂ എന്ന ചിന്താഗതി നമ്മൾ മാറ്റണം. പ്രതിഫലേച്ഛ കൂടാതെ നാം മറ്റുള്ളവരെ സഹായിക്കുവാൻ സന്നദ്ധരായി തീരണം. കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയത് അവരിൽ നിന്നും തിരിച്ചൊന്നും വാങ്ങാതെയാണ്. ഇന്നത്തെ സുവിശേഷകരിൽ മിക്ക പേരും പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത്. അതായത് ഒരു രോഗിയെ സൗഖ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അത് TV യിൽ കൂടെ കാണിച്ച് മറ്റുള്ളവർ ഞങ്ങൾ മിനിസ്ട്രി ഇന്നതാണ്, ഞങ്ങൾ അതാണ് ഇതാണ് എന്നെല്ലാം പറഞ്ഞ് അവർ പേരും പ്രസിദ്ധിയും പണവും ഉണ്ടാക്കുന്നു. ഇന്നത്തെ ധനികർ ഇന്നത്തെ സുവിശേഷകരാണ്. കർത്താവ് പറഞ്ഞത് എന്താണ്? ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പീനല്ലേ. നമ്മളിങ്ങനെ ധനം വലിച്ചു കൂട്ടുന്നത് വളരെയധികം ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. കർത്താവ് ഇതിനെ എതിർത്തിരുന്നു. അടുത്തതായുള്ള വിഭാഗം അപ്പെന്നതാണ്. ഈ വിഭാഗത്തിൽ നാം ഉൾപ്പെടുത്തേണ്ടത് ആത്മാവിന്റെ അവസാനത്തെ 3 ഫലങ്ങളായ വിശുദ്ധത, സൗമ്യത, ഇന്ദ്രിയജയം എന്നതാണ്. നാം മോശ ദൈവഭവനത്തിനൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ നാം വിശ്വസ്തരായിരിപ്പീൻ എന്ന് നാം കാണുന്നു. സംഖ്യ 12:7 നാം അത് കാണുന്നത്. പലരെക്കാളും വിശ്വസ്തനായിരുന്ന തിമോത്തിയോസ് എന്ന് 1 കൊരിന്ത്യർ 4:17 നാം കാണുന്നു. വിശ്വസ്തന്മാരെ യഹോവ കാക്കുന്നു എന്ന് സങ്കീർത്തനം 31:23 നാം കാണുന്നു. വിശ്വസ്തനും നീതിമാനുമായ ദാസനെ എന്റെ അടുക്കിലേക്ക് കയറി വരികയും എന്ന് വെളിപ്പാട് 2:10 നാം കാണുന്നു. വിശ്വസ്തത ഇന്നത്തെ മനുഷ്യരിൽ വളരെയധികം കുറഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ടെക്നോ പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇന്നത്തെ മനുഷ്യർ കാണിച്ചു കുടിക്കുന്ന തിന്മകൾ ഒരതിരുമില്ലാതായിരിക്കുന്നു. യേശു പറയുന്നു, നിങ്ങൾ വിശ്വസ്തരായിരിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസ്തത ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ഫലമാണ് സൗമ്യത. സൗമ്യതയുള്ള ഭാഗ്യവാന്മാർ ഭൂമിയെ അവകാശമാക്കും എന്ന് നാം ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നത് കാണുന്നു. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരാണെന്ന് കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിച്ചപ്പോൾ യേശു ഹന്നാവിന്റെ മുമ്പിൽ വെച്ച് പറയുന്നത്, നീ എന്നെ അടിച്ചത് എന്തിന്? ഞാൻ എന്ത് കുറ്റം പറഞ്ഞു? എങ്കിൽ തെളിവ് കൊടുക്കുക എന്നാണ്. സൗമ്യത എല്ലായിടത്തും അത്യാവശ്യമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരാണെന്ന്
കർത്താവ് പറയുന്നത് അത് വളരെ സത്യമാണ്. അടുത്ത ഫലമാണ് ഇന്ദ്രിയജയം. ഇന്ദ്രിയജയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ. ജനമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം പലതും നമ്മളെ തേടി വരും. എങ്കിലും നമ്മുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിവുണ്ടെങ്കിൽ അങ്ങ് മരണത്തിന് ശേഷം കർത്താവിന്റെ കാഹളം നീട്ടിയിടുന്ന സമയത്ത് നമുക്കും അവിടേക്ക് പോകാൻ കഴിയും. അങ്ങനെ നമുക്ക് പോകാൻ കഴിയും പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കുവാനാകട്ടെ. സ്തോത്രം. പ്രിയവേദനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ സൺഡേ സ്കൂളിലൊക്കെ ഉള്ള അഭിമാനമായ പ്രിയ പൈതലാണ്. ആമേൻ. ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകൾക്കായി സ്തോത്രം. കർത്താവ് വരുവാൻ താമസിച്ചാൽ നമ്മുടെ സഭയിൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രസംഗിയാക്കി പ്രിയ പൈതലിനെ ദൈവം തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് സ്തോത്രം ഒരു പാട്ട് അബിയ ജോൺസൺ. എന്റെ പ്രിയനെ, എൻ പ്രേമകാന്തനെ, ഇന്നുമേഘെ വന്നു കാണുമോ? എൻ കൺകൾ മങ്ങുന്നേ, എൻ പാദം പൊങ്ങുന്നേ, എന്നുമേഘെ വന്നു കാണുമോ? എൻ കൺകൾ മങ്ങുന്നേ, എൻ പാദം പൊങ്ങുന്നേ, എന്നുമേഘെ വന്നു കാണുമോ? മാറാവ്യാധികൾ എന്നു മാറും എന്റെ നാഥനേ. സ്തോത്രം. ഇപ്പോൾ തന്നെ ദൈവം സഹായിക്കേണ്ട പ്രോഗ്രാം തീരാറായി. ഒരു പാട്ടുകൂടാണ്. ഡാനിയ മുണങ്കാൽ മടക്കുമ്പോൾ യേശുവെന്ന് വിളിക്കുമ്പോൾ തിരുമുഖ ശോഭനിൽ പകർന്നിടുന്നു. കുറുമ്പൊന്നും ഓർക്കാതെ കുറവുകൾ നനയ്ക്കാതെ അമ്മ ഓടി വന്ന് ഓമനിക്കുന്നു. ഈ നല്ല സ്നേഹത്തെ എന്തു വിളിക്കും? വാത്സല്യനിധിയെ നന്ദി യേശുവേ. ഈ നല്ല സ്നേഹത്തെ എന്തു വിളിക്കും? വാത്സല്യ
സ്തോത്രം. പ്രിയ പൈതലിനെ ദൈവം ധാരാളമായി സഹായിക്കട്ടെ. തുടർന്ന് നമ്മുടെ പ്രോഗ്രാമുകളിലൂടെ കൊണ്ട് നിർത്തുകയാണ്. കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചു. ഒന്ന് രണ്ട് ആശംസയ്ക്ക് ഉള്ള പേരുകളുള്ളൂ. ചുരുക്കം വാക്കുകളിൽ സമയം ദീർഘമാക്കാതെ നമ്മുടെ സെന്ററിന്റെ ട്രഷറർ, നമ്മുടെ സഭയുടെ അംഗമായിരിക്കുന്ന പ്രിയ ബ്രദർ മാത്യു സാമു, നമ്മുടെ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ടി.എ. ശ്യാമിനോട് ചുരുക്കം വാക്കുകൾ ആശംസ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യ അധ്യക്ഷൻ, PYPA സൺഡേ സ്കൂൾ സഹോദരി സമാജം, കടന്നു വന്ന ദൈവജനമേവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹത്തെ ഓർപ്പിക്കുന്നു. ഏതൊരു ദൈവസഭയുടെയും ആത്മീയ ബലം എന്ന് പറയുന്നതാണ് പുത്രികാ സംഘടനകൾ. നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ ഓർത്തും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായ അധ്യാപകർ, അതിൻ്റെ ഭാരവാഹികൾ, പുത്രികാ സംഘടനയുടെ ഭാരവാഹികൾ ഏവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സൺഡേ സ്കൂൾ പുത്രികാ സംഘടനയും റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് നന്നായി പ്രവർത്തിക്കുന്നു എന്നുള്ളത്. എന്നാൽ PYPയുടെ പ്രവർത്തനം ശുഷ്കമായി പോകുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്രയധികം 15-നും 40-നും ഇടയ്ക്കുള്ള ചെറുപ്പക്കാർ, യുവാക്കൾ ഈ സഭയിൽ ഉണ്ടോ എന്ന് പോലും അറിയാൻ മേല. അത് വളരെ വേദനാജനകമാണ്. നമ്മുടെ PYPയുടെ സ്റ്റേറ്റ് ക്യാമ്പ് കോട്ടയത്ത് വെച്ച് നടന്നു. നിങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടു കാണും. ഇത്രയധികം, അതായത് നമ്മുടെ കുറ്റം പറയുന്ന ന്യൂ ജനറേഷനിലെ ആ സഭയിലുള്ള അവരെ പോലും നാണിപ്പിക്കുന്ന നിലവാരത്തിലുള്ള സംഘനൃത്തമാണ് ആ PYPയുടെ സ്റ്റേറ്റ് ക്യാമ്പിൽ അവതരിപ്പിച്ചത്. ആത്മീയ നേതൃത്വം ഇല്ല എങ്കിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, ബഹുമാനപ്പെട്ട നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ സാൻകുട്ടിയുടെ കുഞ്ഞുങ്ങൾ, ഒരു തെറ്റും കൂടാതെ, ഒരു പതർക്കവും കൂടാതെ, ഞാൻ പറഞ്ഞ കുഞ്ഞുങ്ങൾ നല്ല അവതരിപ്പിച്ച എല്ലാ കുഞ്ഞുങ്ങളും വളരെ നന്നായി അവതരിപ്പിച്ചെങ്കിലും എടുത്തു പറയുന്നത് സാൻകുട്ടി നമ്മളിൽ നിന്ന് വേർപെട്ടു കൊണ്ടുപോയതുകൊണ്ട് മാത്രം. ആ കുഞ്ഞിന് അവനൊരു ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സഹായത്തിനൊക്കെ തന്നെ ആവശ്യമായിരിക്കുന്നു. അതിന് സഭയും സെൻറ്ററും ഒക്കെ അതിനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങളെ അതിൻ്റെ ബന്ധപ്പെട്ടവർ അറിയിക്കും. ദൈവജനം ആ കുഞ്ഞുങ്ങളെ ഓർത്ത് അവർ നമ്മുടെ സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹമാണ്. അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നും ഞാൻ ഈ അവസരത്തിൽ ഒന്ന് ഓർപ്പിക്കുകയാണ്. നമ്മുടെ PYPA അതിന് ബന്ധപ്പെട്ട ഭാരവാഹികൾ വരും കാലങ്ങളിൽ 2017 ശക്തമായി നമ്മുടെ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ ചെറുപ്പക്കാരെ കുറ്റം പറഞ്ഞാൽ അവർക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാവാമെങ്കിലും വരും ദിവസങ്ങളിൽ അതിന് വലിയവനായാലും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധമായ അനുമോദനവും ആശംസകളും അറിയിച്ചുകൊണ്ട് ദിവസം ചെയ്യുന്നു. പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അധ്യക്ഷനും PYPA ഭാരവാഹികൾ, സെൻട്രൽ സ്കൂൾ ഭാരവാഹികൾ, സഹോദരി സമാജം ഭാരവാഹികൾ, സഭാവിശ്വാസികൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിന്റെ നാമത്തിൽ വന്ദനം. സഭയുടെ പുത്രികാ സംഘടന എന്ന് പറയുന്ന 3 പ്രവർത്തനങ്ങളിൽ കൂടെയാണ് നമ്മളുടെ യുവത്വം മുൻപോട്ട് ദൈവത്തിന് വേണ്ടി മഹത്വപ്പെടുത്തുവാൻ ഇടയാകുന്നത്. ചെറുപ്രായത്തിൽ നാം അഭ്യസിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത് യുവാക്കന്മാരായും യുവതിമാരായും വരുമ്പോൾ അതിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ കാണുവാനിടയായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ സഭയുടെ എല്ലാവിധമായ കാരണങ്ങളും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, സൺഡേ സ്കൂൾ ഭാരവാഹികളായാലും സഹോദരി സമാജം ഭാരവാഹികളായാലും PYPA ഭാരവാഹികളായാലും നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ സഭാ കമ്മിറ്റിയെ നിങ്ങളത് ധരിപ്പിച്ചിരിക്കണം. സഭാ കമ്മിറ്റിയിൽ പെട്ടവർ നിങ്ങളുടെ ഇതിൽ ഭാരവാഹികളായിരിക്കാം. എന്നാലും ചില കാര്യങ്ങൾ സഭാ കമ്മിറ്റി അത് സഭയിലത് അറിയുന്നില്ല. നിങ്ങളെല്ലാം തീരുമാനമാണ് ചോദിച്ചാൽ പറയുന്നത് പ്രസിഡന്റ് അന്ന് ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള ഭാരവാഹികൾ ഉണ്ടായിരുന്നല്ലോ. അതല്ല, നിങ്ങൾ സഭാ കമ്മിറ്റിയെ അതിന് മുൻപൊന്ന് അറിയിച്ചിരിക്കണം. അതിനുശേഷമേ നിങ്ങളുടെ പ്രോഗ്രാംസുകൾ ഭാവി കാര്യങ്ങളിൽ ചെയ്യാവൂവെന്ന് ഒരു അഭ്യർത്ഥന നിങ്ങളോടുകൂടെ ഉണ്ട്. അത് എന്ന് പ്രത്യേകം ഓർക്കുന്നു. ഇന്ന് നടന്ന പ്രോഗ്രാമിൽ പ്രിയ കുഞ്ഞുങ്ങളെ നോക്കുക. അവർ അതിൻ്റെതായ മാന്യതയിൽ കാര്യങ്ങൾ നടത്തി അവരെ അഭ്യസിപ്പിച്ചുകൊണ്ട് ഇത്രത്തോളം നടന്നു. ആകയാൽ ഭാവിയിലും ഇവർക്കെല്ലാം നന്മയും കൃപയും ദൈവശക്തിയും കൊടുത്ത് അവരുടെ ഭാവി നിർമ്മമാകട്ടെ. ഈ 3 പ്രവർത്തനങ്ങളെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കാല്ല, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ വരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇത്രത്തോളം കർത്താവ് നമ്മെ സഹായിച്ചു. നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം വളരെ പിടിച്ചു. സമയങ്ങൾ വളരെ ക്രമീകരിച്ചുമാണ് ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യുവാനിടയായത്. കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത നമ്മുടെ വാർഷികം അല്പസമയങ്ങളെടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം പ്രോഗ്രാം ചെയ്യാനുള്ള കഴിവുള്ളവരാണ്. അവരും കൂടെ അതിൽ പങ്കുകൊണ്ട്
നന്നായ നിലയിൽ നടത്തത്തക്കോണം സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഈ വർഷം ഇങ്ങനെ ഒരു ക്രമീകരണമാണ് ചെയ്തത്. കർത്താവ് സഹായിച്ചു. ഇനിയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷം അവർ കാത്തിരിക്കുന്നതായ പ്രൈസ് കൊടുക്കുന്നതായ സമയമാണ്, അവർക്ക് സമ്മാനം കൊടുക്കുന്ന സമയമാണ്, അതിനുള്ള സമയമാണ്. അതിൻ്റെ സൺഡേ സ്കൂളിലെ PFA പ്രവർത്തകരെ അതിനായിട്ട് ക്ഷണിക്കുന്നു. എങ്കിലും നമ്മുടെ പ്രിയ സാമൂഹ്യ പ്രവർത്തകരുടെ 2 കുഞ്ഞുങ്ങൾ ഇവിടെ മനപ്പാഠം വളരെ ഭംഗിയായി പാടും. അവർക്ക് വേണ്ടി ഞാൻ ഓർപ്പിച്ചതുപോലെ 3 സഹോദരങ്ങൾ, പ്രിയ തമ്പിച്ചാൻ, ഇവിടെ മാമ, ജോർജ് കുട്ടികൾ, അവര് 3 പേർ 500 വെച്ച് തന്നിട്ടുണ്ട്. ഇപ്പോൾ അത് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. ഒരു 5 മിനിറ്റിനകത്ത് കാര്യങ്ങൾ ക്രമീകരണം വരുത്തും. ആരും എഴുന്നേറ്റ് പോകരുത്. ഭക്ഷണ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ഇത്രത്തോളം സഹായിച്ച നിങ്ങൾക്ക് നന്ദിയുണ്ട്. ഒരല്പസമയം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക സമ്മാനദാനത്തിനായിട്ട്. സൺഡേ സ്കൂൾ കർത്താവിന് സ്തോത്രം. ഇത്രത്തോളം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ആമേൻ. ദൈവത്തിന്റെ വലിയ കൃപ അനുഭവിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സഹകരിച്ച എല്ലാ ദൈവമക്കൾ, സാമ്പത്തികമായി മുടക്കിയവർ, അധ്വാനിച്ചവർ, സൺഡേ സ്കൂളിന്റെ PAPയുടെ സഹോദരി സമാജത്തിന്റെ പ്രവർത്തകരെ എല്ലാം കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കരമേറിയ ദൈവത്തെ സ്തുതിക്കാൻ ഇപ്പോൾ പ്രിയ തങ്കച്ചാൻ ചുരുക്കം വാക്കുകൾ പ്രാർത്ഥിക്കും. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നീതിനുമായ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ആണ്ടിന്റെ ആദ്യത്തെ ദിവസം കർത്താവേ ആരാധനയായും അതേ ആനുവൽസരിയായും അതേ ഇവിടെ പ്രോഗ്രാമുകൾ അവതരിപ്പാൻ അവർക്ക് കൃപ ചെയ്തതിനെ ഓർത്ത് സ്തുതിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. വരും കാലങ്ങളിൽ കൂടുതൽ നല്ല കല ഉള്ളവരായി തീരുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ, കർത്താവിന്റെ സാക്ഷികളായി തീരുവാൻ അപ്പോൾ കൃപ ചെയ്ത് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. പഠിപ്പിക്കുന്നതായ അധ്യാപകരെയും നേതൃത്വം വഹിക്കുന്നതായ എല്ലാ രക്ഷകർത്താക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കർത്താവേ ഇവിടെ ഈ പ്രോഗ്രാമുകൾ അവതരിപ്പാൻ ഓരോരുത്തർക്കും അതേ നേതൃത്വം വഹിക്കുന്നവർക്കും കൊടുത്ത എല്ലാ സാവകാശത്തിനുമായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഭാരവാഹികളെല്ലാം അനുഗ്രഹിക്കുമാറാകണമേ. വരുംകാലങ്ങൾ കൂടുതൽ പ്രയോജനമുള്ളവരായി തീരുവാൻ കൃപ ചെയ്ത് വഴി നടത്തുമാറാകണമേ. ഇപ്പോൾ അടിയങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോകുന്നു. പിരിയാത്ത സ്നേഹത്തിലും ഞങ്ങൾ വീണ്ടും കാണുന്നവരെയും ഞങ്ങളുടെ കുടിവരവേരെയും അവിടുത്തെ കൃപയും സാന്നിധ്യവും കൂടെ ഇരുന്ന് വഴി നടത്തുമാറാകണമേ. ഈ ബലത്തോടെ കർത്താവേ ഞങ്ങൾ പിരിയുന്നു. അവിടുത്തെ കൃപയും സാന്നിധ്യവും കൂടെ ഇരുന്ന് വഴി നടത്തുമാറാകണം. സകലരും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. പിതാവേ കേൾക്കുമാറാകണമേ. കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ സഭയിലെ നടന്ന് പ്രൈസ് മേടിക്കാൻ കഴിയുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പ്രൈസ് ഉണ്ട്. അവര് അത് ചോദിച്ചു വാങ്ങിക്കണം എന്ന് ഇവിടെ സമ്മാനം കിട്ടാത്ത കുഞ്ഞുങ്ങൾക്ക് ഉണ്ട്. അത് മേടിച്ചോണ്ട് പോകണം. കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹങ്ങളും നമ്മെ ഇവരോടും നമ്മുടെ പുത്രീയ സംഘടന പ്രവർത്തകരോടും ഇപ്പോഴും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുമുഖാന്തരം ഇന്ന് പകല് ജയം തന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ. വളരെ നന്ദി.